നമുക്ക് ആക്റ്റീവ് വോയിസിനെ എങ്ങനെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ആക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളിനോട് ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. കാറ്റ് ഈറ്റ്സ് എ ഫിഷ്. നമ്മൾ ഇംഗ്ലീഷിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുക ആക്റ്റീവ് വോയിസ് ആയിരിക്കും അല്ലെ. സെൻറ്റൻസിൽ കൂടുതലും ആക്റ്റീവ് വോയിസ് ആണ് യൂസ് ചെയ്യുക. കാര്യം സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് SVO പാറ്റേണാണ് നമ്മൾ കൂടുതലായിട്ടും സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് തരുന്ന ആക്റ്റീവ് വോയിസിൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും? SVO പാറ്റേണിലായിരിക്കും. എസ് എന്താണ്? സബ്ജക്റ്റാണ്. V വേർബാണ്. O ഒബ്ജക്റ്റാണ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വേർബ് എന്ത് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയണം ആദ്യം അല്ലേ. വേർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അതാണ് വേർബ്. വേർബ് ചെയ്യുന്നത് ആരാണോ, വെർബ് ചെയ്യുന്നത് ആരാണോ അവരാണ് എന്ത്? സബ്ജക്റ്റ്. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ വേർബ് എന്താണ്? ആക്ഷൻ എന്താണ്? ഈറ്റ്സ്, കഴിക്കുക എന്നുള്ളതാണ്. അതെന്താണ്? ഒരു വേർബാണ്, ഒരു ആക്ഷനാണ് അല്ലേ, പ്രവൃത്തിയാണ്. അത് ചെയ്യുന്നത് ഇവിടെ ആരാണ്? കാറ്റാണ് കഴിക്കുന്നത് അല്ലേ, കാറ്റ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? കാറ്റാണ്. അപ്പോൾ സബ്ജക്റ്റ് വേർബ്. എന്താണ് കഴിക്കുന്നത്? ഫിഷാണ്. ഫിഷ് അല്ലേ, ഒരു ഫിഷാണ് കഴിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് ആക്റ്റീവ് വോയിസിലെ സെൻറ്റൻസ് SVO പാറ്റേണിലായിരിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരിക. അപ്പോൾ അതിന് നമ്മളെങ്ങനെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ആക്കും? SVO പാറ്റേണിനെ OVS പാറ്റേണിലേക്ക് ചേഞ്ച് ആക്കാം അല്ലേ. O ഒബ്ജക്റ്റ്, V വേർബ്, S സബ്ജക്റ്റ്. അപ്പോൾ അതെങ്ങനെ നമ്മൾ ചെയ്യും? തന്നിട്ടുള്ള ആക്റ്റീവ് വോയിസിൽ ഒബ്ജക്റ്റിനെ ആദ്യം എഴുതും അല്ലേ. ഫിഷാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് അല്ലേ. പൂച്ച കഴിക്കുന്നത് എന്താണ്? ഫിഷിനെയാണ്. അപ്പോൾ ഫിഷ് ഒബ്ജക്റ്റിനെടുത്ത് എഴുതി. പിന്നെ ഈറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതൊരു പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു ഹെൽപ്പിംഗ് വേർബായിട്ട് ഈസ് കൊടുക്കണം. ഇവിടെ ഈറ്റ്സ് വന്നതുകൊണ്ട് ഇവിടെ നമ്മൾ ഈസ് കൊടുത്തു അല്ലേ. ഫിഷ് ഈസ് അല്ലേ. പിന്നെന്താ? ഈറ്റൺ അല്ലേ. OVS പാറ്റേണിൽ V വേർബ്. ഇവിടെ ആക്റ്റീവ് വോയിസിൽ നമുക്ക് ഈറ്റ്സ് എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. വേർബ് ഈറ്റാണ്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ അവിടുത്തെ വെർബ് V3 ഫോമിലായിരിക്കണം. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? V1 ഫോമിലാണ് അല്ലേ. അപ്പോൾ അതിനെ V3 ഫോമിലേക്ക് മാറ്റണം. എല്ലാം എങ്ങനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ തന്നിട്ടുള്ള ആക്റ്റീവ് വോയിസിലെ വെർബ് V3യിലായിരിക്കണം. പാസീവിലേക്ക് വരുമ്പോൾ വെർബ് V3 ആയിരിക്കണം. ഓക്കെ, അതാണ് റൂള്. അപ്പോൾ ഇവിടെ ഈറ്റിനെ നമ്മൾ അതിൻ്റെ V3 ഫോമിലേക്ക് മാറ്റുമ്പോൾ ഈറ്റൺ. ഓക്കെ. അപ്പോൾ ഫിഷ് ഒബ്ജക്റ്റാണ്. ഈസ് ഈറ്റൺ അല്ലേ. വേർബ് V3 ഫോമിലേക്ക് മാറ്റി. ബൈ ആരാണ്? സബ്ജക്റ്റ് ആരാണ്? എസ്. സബ്ജക്റ്റ് ആരാണ്? കാറ്റാണ് അല്ലേ. അപ്പോൾ ബൈ കാറ്റ്. ബൈ കാറ്റ് എന്ന് എഴുതണം. നമ്മൾ ബൈ എഴുതണം അല്ലേ. ആരാണോ ചെയ്യുന്നത് അവരിനാലാണ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ പൂച്ചയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ബൈ കാറ്റ്. ഓക്കെ. അപ്പോൾ ഫിഷ് ഈസ് ഈറ്റൺ ബൈ കാറ്റ് OVS പാറ്റേണിലേക്ക് നമ്മൾ മാറ്റി. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? നമ്മൾ ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ നമ്മൾ ടെൻസ് അനുസരിച്ചിട്ട് ഓക്കെ, പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ആ ഒരു സെൻറ്റൻസിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതായത് നിങ്ങൾ അതൊന്നും ചിന്തിക്കേണ്ട. സെൻറ്റൻസിൽ നമുക്ക് ആക്റ്റീവ് വോയിസിൽ ഹാവോ, ഹാസോ, ഹാഡോ തന്നിട്ടുണ്ടെങ്കിൽ ഹാവോ, ഹാസോ, ഹാഡോ നമ്മളുടെ ആക്റ്റീവ് വോയിസിൽ തന്നെ സെൻറ്റൻസിലുണ്ടെങ്കിൽ നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ എന്തായി മാറണം? അവിടെ ആ സെൻറ്റൻസിൽ ബീൻ എന്ന വേർഡ് വരണം. നമുക്ക് ഈ എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇത്ര മനസ്സിലാക്കിയപ്പം എന്താണ്? ആക്റ്റീവ് വോയിസിൽ ഹാവ് ഓർ ഹാസ് ഓർ ഹാഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സെൻറ്റൻസിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ എന്ത് കൂടെ കൂട്ടണം? ബീൻ കൂടെ കൂട്ടണം. നമുക്ക് ഹാവിൻ്റെ കൂടെ ഹാവ് ബീൻ, ഹാസ് ബീൻ, ഹാഡ് ബീൻ ഉണ്ടാവാറുണ്ട്, നമ്മൾ കാണാറുള്ളതാണല്ലേ. അപ്പോൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് വരണം? ബീൻ വരണം. ഓക്കെ. അതുപോലെ നമുക്ക് ആക്റ്റീവ് വോയിസിൽ ING ഫോമിലാണ് വെർബെങ്കിൽ, വെർബിൻ്റെ കൂടെ ING ഫോം ഉണ്ടെങ്കിൽ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ അവിടെ ബീയിങ് എന്ന് പറഞ്ഞ വേർഡ് വേണം. അതുപോലെ നമുക്ക് ആക്റ്റീവ് വോയിസിൽ വിൽ ഓർ ഷോൾ ആണ് തന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ കൂടെ ബിയും കൂടി വരണം. വിൽ ബി, ഷോൾ ബി, ഇത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു 3 കാര്യവും. അതുപോലെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ വേർബിൻ്റെ V3യും വരണം. ഇങ്ങനെ 4 കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് ആക്റ്റീവിനെ പാസീവിലേക്ക് മാറ്റാൻ സിമ്പിളാണ്. അതുപോലെ SVO പാറ്റേൺ ആയിരിക്കും നമ്മളുടെ ആക്റ്റീവ് വോയിസ്. അതിനെ നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ
മാറ്റുമ്പോൾ OVS പാറ്റേണിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം, എക്സാമ്പിൾസ് നോക്കാം കേട്ടോ. ഇവിടെ നോക്കിയേ, ഹീ ഈറ്റ്സ് എ മാംഗോ അല്ലേ, ഹീ ഈറ്റ്സ് എ മാംഗോ. ഹീ സബ്ജക്റ്റാണ്, ഈറ്റ്സ് വേർബാണ്, എ മാംഗോ അവൻ എന്താണ് കഴിക്കുന്നത്, മാംഗോ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ SVO പാറ്റേണിലാണ് അല്ലേ, സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ പാറ്റേണിലാണ്. അതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്കറിയാം ഇത് SVO പാറ്റേണിലായതുകൊണ്ട് ഇത് ആക്റ്റീവ് വോയിസ് ആണ് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ ഇനി എന്ത് ചെയ്യണം, പാസീവിലേക്ക് മാറ്റാൻ പോവുകയാണ് അല്ലേ. പാസീവിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് OVS പാറ്റേണിലേക്ക് മാറ്റണം എന്ന്. അപ്പോൾ ഇവിടെ ഈ സെൻറ്റൻസിൽ ഏതാണ് ഒബ്ജക്റ്റ്, എ മാംഗോ ആണ് ഒബ്ജക്റ്റ്. അപ്പോൾ ആദ്യം അതിനടുത്തെഴുതി എ മാംഗോ. പിന്നെ ഈറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈറ്റിൻ്റെ കൂടെ S വന്നിട്ടുണ്ട്, അതായത് ഇതൊരു പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈസ് എഴുതി അല്ലേ, ഓക്സിലറി വേർബായിട്ട് നമ്മളിവിടെ ഈസ് എഴുതി. ഓക്കെ, ഈസ്. അപ്പോൾ ഒബ്ജക്റ്റ് എഴുതി, അതിൻ്റെ കൂടെ ഹെൽപ്പിംഗ് വേർബ് ഈസ് കൊടുത്തു. പിന്നെ എന്താണ്, അപ്പോൾ O കിട്ടി അല്ലേ. ഇനി നമുക്ക് V കിട്ടണം. V കിട്ടാൻ എന്താണ്, ആക്റ്റീവ് വോയിസിൽ ഈറ്റ്സ് ആണ് തന്നിട്ടുള്ളത് അല്ലേ, വെർബ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ V3 ഫോമിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ ഈറ്റ്സിനെ നമ്മൾ ഈറ്റൺ എന്നാക്കി, ഈറ്റൺ. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, അപ്പോൾ OVI. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സബ്ജക്റ്റിനെ എഴുതണം അല്ലേ. ആരാണോ കഴിക്കുന്നത് ആ ആളാണ് സബ്ജക്റ്റ് അല്ലേ. അപ്പോൾ ബൈ എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ പ്രവൃത്തി ആരാണോ ചെയ്യുന്നത് അപ്പോൾ ആ ആളുടെ പേരുടെ മുന്നേ ബൈ കൊടുക്കണം കേട്ടോ. അപ്പോൾ ബൈ ഹിം, ഹീനെ നമ്മൾ എന്ത് ചെയ്യണം, ഹിം എന്നാക്കി കൊടുക്കും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ പാസീവിലേക്ക് ചേഞ്ച് ആക്കി. അടുത്ത സെൻറ്റൻസ് നോക്കിയേ, ഹീ ഈസ് ഈറ്റിംഗ് എ മാംഗോ. ഹീ ഈസ് ഈറ്റിംഗ് എ മാംഗോ. അപ്പോൾ നമ്മൾ പഠിച്ചു, തന്ന ആക്റ്റീവ് വോയിസിൽ ING ഫോം ഉണ്ടെങ്കിൽ നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ അവിടെ എന്ത് വരണം എന്ന് നമ്മൾ പഠിച്ചു, ബീയിങ് വരണം എന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ ഹീ ഈസ് ഈറ്റിംഗ് എ മാംഗോ എന്ന് പറയുമ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഹീ ആണ്, ഈറ്റിംഗ് വേർബാണ്, എ മാംഗോ ഒബ്ജക്റ്റാണ്. ഇനി അതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യണം, OVS പാറ്റേണിലേക്ക് മാറ്റണം. എ മാംഗോ അല്ലേ, ഒബ്ജക്റ്റ് എ മാംഗോ ആണ്. പിന്നെ എ മാംഗോ ഈസ്, ഇവിടെ നമുക്ക് ഹെൽപ്പിംഗ് വേർബ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ അതേപോലെ എടുത്തെഴുതുക, ഒബ്ജക്റ്റിന് ശേഷം ഓക്സിലറി വേർബ് എടുത്തെഴുതുക, എ മാംഗോ ഈസ്. പിന്നെന്താണ്, ഈറ്റിംഗ് വേർബിൻ്റെ കൂടെ ING ഫോം വന്നതുകൊണ്ട് ഓക്സിലറി വേർബിന് ശേഷം ഈസ് ബീയിങ്, എ മാംഗോ ഈസ് ബീയിങ് ഈറ്റൺ. വേർബ് അല്ലേ, വേർബിൻ്റെ V3 ഫോം ഈറ്റൺ. ബൈ ഉണ്ട് കേട്ടോ ഇവിടെ, ബൈ ഹിം. ഓക്കെ, ബൈ ഹിം സബ്ജക്റ്റ് OVS പാറ്റേണിലേക്ക് നമ്മൾ മാറ്റി. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ ചെയ്തത് അല്ലേ, ഒബ്ജക്റ്റ് വേർബ് സബ്ജക്റ്റ്. ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കിയേ, ഹീ ഹാസ് ഈറ്റൺ എ മാംഗോ അല്ലേ. ഹീ ഹാസ്, അപ്പോൾ സബ്ജക്റ്റ് ഹീ ആണ്, ഈറ്റൺ വേർബാണ്, ഒബ്ജക്റ്റ് മാംഗോ ആണ്. ഇതിനെ നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ ഒബ്ജക്റ്റ് വേർബ് സബ്ജക്റ്റ്. നമ്മൾ പഠിച്ചു, നമുക്ക് തന്ന ആക്റ്റീവ് വോയിസിൽ ഹാസ് ഉണ്ടെങ്കിൽ പാസീവിലേക്ക് മാറ്റുമ്പോൾ ഹാസിൻ്റെ കൂടെ ഹാസ് ബീനും കൂടി കൊണ്ടുവരണം, ഹാസിൻ്റെ കൂടെ ബീനും കൂടി കൊണ്ടുവരണം എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. യെസ്, അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതും നമ്മൾ, ഒബ്ജക്റ്റിൽ ആക്റ്റീവ് വോയിസിൽ ഒബ്ജക്റ്റ് എ മാംഗോ എന്നുള്ളതാണ്, അതിനെ നമ്മൾ ആദ്യം എഴുതി. പിന്നെ നമുക്കിവിടെ ഹെൽപ്പിംഗ് വേർബ് ഹാസ് തന്നിട്ടുണ്ട്, ഹാസിൻ്റെ കൂടെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ബീനിനെ ആഡ് ആക്കണം എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ എ മാംഗോ ഹാസ് ബീൻ. പിന്നെ ഈറ്റൺ, ഇവിടെ നമുക്ക് V3 തന്നെയാണ് ഓൾറെഡി തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഈറ്റൺ അതുപോലെ ഇവിടേക്ക് എഴുതിയാൽ മതി അല്ലേ. ഓക്കെ, ഈറ്റൺ ആരാണ് ഈറ്റ് ചെയ്യുന്നത്, ഹീ അവനാണ് അല്ലേ. അപ്പോൾ ബൈ ഹീനെ നമ്മൾ ഹിം ആക്കും. അപ്പോൾ എ മാംഗോ ഹാസ് ബീൻ ഈറ്റൺ ബൈ ഹിം. ഓക്കെ, അപ്പോൾ അതാണ്. ഇനി അടുത്ത കേസ് നോക്കൂ, ഹീ എയ്റ്റ് എ മാംഗോ. ഹീ എയ്റ്റ് എ മാംഗോ എന്ന് പറയുമ്പോൾ ഹീ സബ്ജക്റ്റാണ്, എയ്റ്റ് വേർബാണ്, എ മാംഗോ ഒബ്ജക്റ്റാണ്. ഇതിനെ നമ്മൾ പാസീവിലേക്ക് മാറ്റണം. ഇവിടെ ഒബ്ജക്റ്റ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ OVS പാറ്റേൺ അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റ് എന്താണ്, ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് എ മാംഗോ ആണ്. അപ്പോൾ ആദ്യം അത് എഴുതി, എ മാംഗോ എയ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, പാസ്റ്റാണ് അല്ലേ, കഴിഞ്ഞു പോയത്. അപ്പോൾ ഈസ് അവിടെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എ മാംഗോ 8 വന്നത് കാരണം വാസ്
ഓക്കെ, V2 ഫോമാണ്. അപ്പോൾ വാസ്, എ മാംഗോ വാസ്. പിന്നെ വെർബ് എവിടെയാ? ആ വെർബ് ഇതാ ഈറ്റ്. എയ്റ്റിൻ്റെ പാസീവിലേക്ക് വരുമ്പോൾ നമ്മൾ V3 എഴുതണം. അപ്പോൾ എ മാംഗോ വാസ് ഈറ്റൺ. ആരാണ് ഈറ്റൺ ചെയ്യുന്നത്? ബൈ ഹിം, അല്ലേ, അവനാണ്. അപ്പോൾ എ മാംഗോ വാസ് ഈറ്റൺ ബൈ ഹിം. ഇവിടെ പാസ്റ്റ് ആയതുകൊണ്ട് പാസ്റ്റ് 8 അല്ലേ, പാസ്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ വാസ്. ബാക്കിയൊക്കെ സെയിം ഒരുപോലെ തന്നെ കേട്ടോ. അടുത്ത് നോക്കിയേ, എന്താ, ഹി വാസ് ഈറ്റിംഗ് എ മാംഗോ. അപ്പോൾ വേർബ് ഹീ ആണ്, സോറി വേർബല്ല, സബ്ജക്റ്റ് ഹീ ആണ്, വേർബ് ഈറ്റിംഗ് ആണ്, മാംഗോ ഒബ്ജക്റ്റ് ആണ്. പാസീവിലേക്ക് വരുമ്പോൾ OVS അല്ലേ, ഒബ്ജക്റ്റ് വേർബ് സബ്ജക്റ്റ്. ഇതിൽ ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് എ മാംഗോ ആണ്. പിന്നെ ഇവിടെ വാസ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് അല്ലേ, അപ്പോൾ എന്താ അവിടെ അതുപോലെ എടുത്തെഴുതാം. വാസ്, എ മാംഗോ വാസ് ഹെൽപ്പിംഗ് വേർബ്. പിന്നെ നമ്മൾ പഠിച്ചു ആക്റ്റീവ് വോയിസിൽ ING വന്നാൽ ബീയിങ് ഓക്സിലറി വേർബിൻ്റെ കൂടെ ബീയിങ് ചേർക്കണം എന്ന് പഠിച്ചു. അപ്പോൾ എ മാംഗോ വാസ് ബീയിങ് ഈറ്റൺ. ഈറ്റിംഗ് എന്നുള്ളതിന് നമ്മൾ V3യിലേക്ക് കൊണ്ടുവരും. പാസീവിലേക്ക് വരുമ്പോൾ വെർബ് V3 ഫോമിലായിരിക്കണം. അപ്പോൾ ഈറ്റൺ ബൈ ഹിം അല്ലേ, സബ്ജക്റ്റിനെ എഴുതി. അപ്പോൾ എ മാംഗോ വാസ് ബീയിങ് ഈറ്റൺ ബൈ ഹിം. അടുത്ത നോക്കിയേ, ആക്റ്റീവ് വോയിസ് ഹീ ഹാഡ് ഈറ്റൺ എ മാംഗോ അല്ലേ. നമുക്ക് ക്വസ്റ്റ്യനിൽ ആക്റ്റീവ് വോയിസ് മാത്രമാണ് തരിക, അതിനെയാണ് പാസീവിലേക്ക് മാറ്റാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായി? സബ്ജക്റ്റ് എസ് എന്താണ്? ഹീ ആണ്, വേർബ് ഈറ്റൺ ആണ്, ഒബ്ജക്റ്റ് മാംഗോ ആണ്. ഇതിനെ നമ്മൾ പാസീവിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ആദ്യം OVS പാറ്റേണിലേക്ക് മാറ്റുക, അതാണ് പാസീവ് അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റ് എ മാംഗോ ആണ്, അതിന് ശേഷം ഇവിടെ ഹാഡ് വന്നിട്ടുണ്ട് അല്ലേ, ഹാഡ് എഴുതണം, ഹെൽപ്പിംഗ് വേർബ് എഴുതണം. ഓക്കെ, അപ്പോൾ ഹാഡിൻ്റെ കൂടെ പാസീവിലേക്ക് മാറ്റുമ്പോൾ ബീനും വരണം അല്ലേ. അപ്പോൾ ഹാഡ് ബീൻ ആക്കി, ആ റൂൾ അതാണ്. പിന്നെ വേർബ് അല്ലേ, വേർബ് V3 ഫോമിലായിരിക്കണം. ഇവിടെ ഓൾറെഡി നമുക്ക് V3 ആണ് ആക്റ്റീവ്, അപ്പോൾ ആക്റ്റീവ് വോയിസിലുള്ളത്. അപ്പോൾ ഈറ്റൺ ബൈ ഹിം, സബ്ജക്റ്റ് OVS പാറ്റേൺ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത് നോക്കിയേ, ഹീ വിൽ ഈറ്റ് എ മാംഗോ. ഹീ വില്ലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഹീ ആണ്, വേർബ് ഈറ്റ് ആണ്, ഒബ്ജക്റ്റ് മാംഗോ ആണ്. അപ്പോൾ ഇതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ ഒബ്ജക്റ്റിന് ആദ്യം എഴുതി എ മാംഗോ. നമ്മൾ പഠിച്ചു ആക്റ്റീവ് വോയിസിൽ വിൽ ഓർ ഷാൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പാസീവിലേക്ക് മാറ്റുമ്പോൾ ബീനെ കൂടി എഴുതണം അല്ലേ, വിൽ ബി. എ മാംഗോ വിൽ ബി. ഈറ്റാണ് ഇവിടെ, അപ്പോൾ ഇതിനെ V3യിലേക്ക് മാറ്റുമ്പോൾ ഈറ്റൺ അല്ലേ, വെർബ് ടി, ഈറ്റൺ ബൈ ഹിം, സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ എ മാംഗോ വിൽ ബി ഈറ്റൺ ബൈ ഹിം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം. ഈ ബോക്സിലുള്ള കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ആക്റ്റീവ് വോയിസിൽ ഹാവ് ഓർ ഹാസ് ഓർ ഹാഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ബീൻ കൂടെ ചേർക്കുക പാസീവിലേക്ക് മാറ്റുമ്പോൾ. ഇനി അതല്ല, നമുക്ക് തരുന്ന ആക്റ്റീവ് വോയിസിൽ ING ഫോമിലാണ് നമ്മളുടെ വേർബെങ്കിൽ ഓക്സിലറി വേർബിൻ്റെ കൂടെ ബീയിങ് എന്ന് ചേർക്കുക. ഈസ് ബീയിങ്, വാസ് ബീയിങ് അങ്ങനെ ചേർക്കുക. അടുത്തത് തന്നിട്ടുള്ള സെൻറ്റൻസിൽ വിൽ ഓർ ഷാൾ ഉണ്ടെങ്കിൽ, ആക്റ്റീവ് വോയിസിൽ വിൽ ഓർ ഷാൾ ഉണ്ടെങ്കിൽ നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ വില്ലിൻ്റെ കൂടെ വിൽ ബി, ഷാളിൻ്റെ കൂടെ ഷാൾ ബി അങ്ങനെ ചേർക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ, പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ആക്റ്റീവ് വോയിസിലുള്ള വെർബിൻ്റെ V3 ഫോമിലായിരിക്കണം. നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ വെർബ് V3 ഫോമിലായിരിക്കണം. ഇത്രയും 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സിമ്പിളായിരിക്കും. അപ്പോൾ ഇവിടെ മിസ് ഒരു 5, 6, 7 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, ആക്റ്റീവ് വോയിസ് തന്നിട്ടുണ്ട്. ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുക കേട്ടോ. ഓക്കെ.